ഇന്ന് നമ്മുടെ ഗുരുവായൂർ ഏകാദശിയാണല്ലോ. അതിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മളിന്ന് ഇതാ നല്ല സ്വീറ്റ് പൊട്ടാറ്റോ ആണ് കേട്ടോ, മധുരക്കിഴങ്ങാണ് ഇന്ന് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി ചമ്മന്തി കൂടി ഉണ്ടാക്കിയാൽ ഇന്ന് ഉച്ചക്കേക്ക് ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ ചെറുപയറിൻ്റെ കുറച്ച് മാവ് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുപയർ പരിപ്പ് കൊണ്ട് ഒരു ദോശയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ കല്യാണത്തിനൊക്കെ വളരെ മുമ്പ് തന്നെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മ എപ്പോഴും ഏകാദശിയും ഒക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ എപ്പോഴും നമ്മളും ചെറുപ്പത്തിൽ അമ്മയുടെ ഒപ്പം ഏകാദശി നോൽക്കാറുണ്ട്. ആ സമയത്തൊക്കെ കൂവനൂറ്, അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് പുട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കുക. ആ സമയത്ത് തന്നെ പലതരം കിഴങ്ങുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പുഴുക്കുണ്ടാക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് ഇവിടെ പുഴുക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അതിന് പകരമായിട്ട് ചെയ്യുന്നത് ഒരു മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല കേട്ടോ, ഇന്നലെ ഞാൻ വൈകിട്ട് തന്നെ കുറച്ച് ചെറുപയറും ഉലുവയും ചേർത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇത് അരച്ചെടുത്തു. ഇത് അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചി, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ടാണ് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തത്. അങ്ങനെ അതും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എപ്പോഴും ദോശയ്ക്കൊക്കെ നമ്മൾ ചേർത്ത് കഴിക്കുന്ന നാളികേര ചമ്മന്തി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ദോശയും നാളികേര ചമ്മന്തിയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും മുളകും അതുപോലെ പുളിയും ഒക്കെ ചേർത്തരച്ച നല്ല അടിപൊളി ഒരു ഉള്ളിച്ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഉള്ളിച്ചമ്മന്തി നമുക്ക് ദോശയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ മധുരക്കിഴങ്ങിനാണെങ്കിലും ചേർത്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ഉള്ളിച്ചമ്മന്തി സാധാരണയായിട്ട് നമ്മളെപ്പോഴും വീട്ടിൽ മറ്റു കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഉപ്പും പുളിയും എരിവും ഒക്കെ കൂടി കലർന്നിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണല്ലോ അത്. അപ്പോൾ എപ്പോഴും ദോശയ്ക്ക് ഞാൻ ഇതുണ്ടാക്കാറുണ്ട്. അത് മാത്രമല്ല ചോറിന് കൂട്ടി കഴിക്കാനും ഈ ചമ്മന്തി സൂപ്പർ തന്നെയാണ്. അതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ, അത്രയും ടേസ്റ്റാണ്. ചോറിനൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇത് കണ്ടോ, നമ്മുടെ ദോശയ്ക്കുള്ള മാവ് നല്ല സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അരി ഉപയോഗിക്കാതെയും നമുക്ക് ദോശ ഉണ്ടാക്കാം എന്നുള്ളതിന്, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് കേട്ടോ ഈ ചെറുപയർ ദോശ എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്ന് എനിക്കുള്ളത് ചെറുപയർ ദോശ, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, പിന്നെ നമ്മുടെ ഉള്ളിച്ചമ്മന്തിയും ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നാളികേര ചമ്മന്തിയും ഉണ്ട്. ഇത്രയും ചേർത്തിട്ടാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഫുഡ്. ഉച്ചയ്ക്ക് ഇതാണ് കഴിക്കുന്നത്. രാവിലെ ഞാൻ ഫ്രൂട്ട്സാണ് കഴിച്ചത്. പണ്ടൊന്നും ഞാൻ ദോശയുടെ നിറം മാറിയാൽ തന്നെ കഴിക്കാത്ത ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഗോതമ്പ് ദോശ ഒന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇപ്പം എല്ലാം കഴിക്കാറുണ്ട്. ഇപ്പോൾ ഈ ചെറുപയർ കൊണ്ടുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണിത്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ ഫുഡ് ഇവിടെ റെഡിയാണ്. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഏകാദശി ആശംസകൾ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.